നമ്മൾ എങ്ങനെയാണ് നമ്മളെയും നമ്മുടെ രാഷ്ട്രത്തെയും സമൂഹത്തെയും ഇമാജിൻ ചെയ്യുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇമാജിനേഷനാണ് പ്രധാനം എന്ന് വിചാരിക്കുന്നത്. ഇമാജിനേഷൻ ഇല്ലാത്തവർക്ക് ഇന്ത്യ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് ഒരു ഇമാജിനേഷൻ ഇല്ലാത്ത ഒരു പാർട്ടിക്കും ഒരു ഗ്രൂപ്പിനും ഒരു കാര്യവും കോൺട്രിബ്യൂട്ട് ചെയ്യാനില്ല, അവർ എത്രമേൽ അംഗങ്ങളുള്ളവരാണെങ്കിലും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ സുഹൃത്തുക്കളെ സൂചിപ്പിച്ചു, നക്സലൈറ്റുകൾ തിരിഞ്ഞു പോകാൻ ബാധ്യസ്ഥരായിരുന്നു. ദേ ഹാവ് നോ ഇമാജിനേഷൻ ഓൺ ഇന്ത്യ. കലാമൊക്കെ അവരുണ്ടാക്കിയിട്ടുണ്ട്. ഒത്തിരി രക്തസാക്ഷി, വർഗീസിനോടൊക്കെ ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ്, സ്നേഹമുണ്ട്. ആ പാവം മനുഷ്യൻ അതിൽ വിശ്വസിച്ച് ചെറുപ്പത്തിലെ തന്നെ ബലിയാടായ ഒരാളാണ്. മാവോയിസ്റ്റുകളെ ഇനി സ്റ്റേറ്റ് ഇടപെട്ടില്ലെങ്കിലും മാവോയിസ്റ്റുകൾ സ്വയം പിരിഞ്ഞു പോകുമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. അവർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് അവർ പിരിഞ്ഞു പോകുന്നത്. എന്ന് പറയാൻ ഇന്ത്യ എന്തായി തീരണം എന്നതിനെ സംബന്ധിച്ച് അവർക്കൊരു ഇമാജിനേഷൻ ഇല്ല. ഇന്ത്യയിൽ ഹിന്ദുത്വ ശക്തികൾ വളരുന്നതിന്റെ പിന്നിൽ ദേ ഹാവ് ഫേം ഇമാജിനേഷൻ ഓൺ ഇന്ത്യ. അതാ കാര്യം. ഇത് നമുക്ക് മനസ്സിലാവുന്നില്ല. അവർക്ക് കൃത്യമായ പദ്ധതിയുണ്ട്. 25 പ്രഖ്യാപിച്ചു അവർ, ഞങ്ങൾ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കും. അതിനുവേണ്ടി പണിയെടുക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി 19 കൊണ്ട് തുടങ്ങിയല്ലോ കലാപരിപാടി. എന്തുണ്ടാക്കുന്ന പറഞ്ഞത് വർഗരഹിത സമൂഹം എന്നൊക്കെ ഇടയ്ക്ക് പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളൂ. അല്ലാതെ അതിനെന്ത് പദ്ധതി ആവിഷ്കരിച്ചത്, നടപ്പിലാക്കിയത്, നമ്മൾ ഈ അവസ്ഥയിൽ എത്തിച്ചത്? നേതാക്കളുടെ കുറ്റമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ലെന്നേ. ഒരു നേതാവിനും കുറ്റമില്ലെന്ന് വിചാരിക്കുന്ന ആളാണ്. അവരൊക്കെ ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത ആൾക്കാരാണ്. EMS, സ്വന്തം വീട്, എന്റെ ഷെയർ വിറ്റ് ദേശാഭിമാനി ഇൻവെസ്റ്റ് ചെയ്ത ഒരാളാണ്. നല്ല ഇൻവെസ്റ്ററായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അന്നത്തെ കാലത്ത് 80,000 രൂപ ദേശാഭിമാനി ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമാണ്. വീട് വിറ്റ് പാർട്ടി കൊടുത്തെന്നുള്ള കഥയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളതെങ്കിലും ഹി ഇൻവെസ്റ്റ് ഹിസ് മണി ഇൻ എ പബ്ലിക്കേഷൻ, ദേശാഭിമാനി. അന്ന് ദേശാഭിമാനി പോലെ ഗുണം പിടിക്കുകയോ ഇല്ലയോ എന്ന് പോലും ഉറപ്പില്ലാത്തൊരു സ്ഥലത്താണ് ഇൻവെസ്റ്റ് ചെയ്തത്. അതാണ് അതിന്റെ സാഹസികത. അങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. അപ്പോ ഹിന്ദുത്വ ശക്തികൾക്ക് ഒരു ഇമാജിനേഷൻ ഉണ്ട്. ഞങ്ങളൊരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കും. അതിനു വേണ്ടിയുള്ള പണികളാണ്. അത് കഴിഞ്ഞ് അവർ കൂടുതൽ മുന്നോട്ട് വന്നപ്പോൾ പല അവസരങ്ങൾ ഉപയോഗിച്ച് 2 സീറ്റ് 89 സീറ്റാക്കി. പിന്നെ അവർ ഒറ്റയ്ക്ക് ഭരിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തുന്നത് പിൽക്കാല കഥയാണ്. അപ്പൊ ഇതിനകത്ത് വാട്ട് ദേ സോഷ്യലി എഞ്ചിനീയർ, സാമൂഹികമായി അവർ എഞ്ചിനീയർ ചെയ്തത് എന്തിനെയാണ്? വർഗത്തെയാണോ? ആണോ? അല്ല. ഇന്ത്യയിലെ കർഷകരെയും കർഷക തൊഴിലാളികളെയും ഭൂവുടമകളെയും കോർപ്പറേറ്റുകളെയും മധ്യവർഗത്തെയും അല്ല അവര് എഞ്ചിനീയർ ചെയ്തത്, മറിച്ച് കാസ്റ്റിനെയാണ് അവർ എഞ്ചിനീയർ ചെയ്തത്. എന്തുകൊണ്ടെന്നാൽ അവർക്കറിയാമായിരുന്നു ഇന്ത്യ നിർമ്മിക്കപ്പെട്ടത് ജാതിക്കകത്താണ്. ജാതിയാണ് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടത് എന്ന വളരെ വ്യക്തമായ ധാരണ അവർക്കുണ്ട്. അവർ അത് മാനിപ്പുലേറ്റ് ചെയ്തെടുക്കുന്നു, അത് എഞ്ചിനീയർ ചെയ്തെടുക്കുന്നു. നമ്മളെല്ലാം സെമറ്റിക് മതത്തിൽപ്പെടാത്തവരെല്ലാം ഹിന്ദുക്കളാണ് എന്നൊരു സങ്കല്പം ഉയർത്തുന്നു. നമുക്കും ഇടയ്ക്കിടയ്ക്ക് കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിൽ നമുക്കും തോന്നുക ഹിന്ദുവാണെന്ന്. ആ അവസ്ഥയിലേക്ക് നമ്മളുടെ ചിന്തകളെ കൊണ്ട് എത്തിക്കുന്ന വലിയൊരു പണി അവർ ലോകവ്യാപകമായി ചെയ്തു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊഴുകുന്ന കോടിക്കണക്കിന് രൂപ ഉപയോഗിച്ചാണ് ഇവരിത് ചെയ്തത്. ഗീതാ പ്രസിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഗീതാ പ്രസിന്റെ ചരിത്രം വായിച്ചാൽ എങ്ങനെയാണ് ഒരു ഹിന്ദുത്വ പ്രോജക്റ്റ് ഇന്ത്യക്കകത്ത് രൂപപ്പെട്ടു വന്നതെന്ന് പിടികിട്ടും. അത് വർഗങ്ങളെ റെഗുലേറ്റ് ചെയ്തിട്ടല്ല, മറിച്ച് കാസ്റ്റിനെ റെഗുലേറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഈ കാസ്റ്റ് എന്ന് പറയാൻ എന്താണെന്ന് അറിയാൻ പാടില്ലാത്ത നമുക്ക് അവരെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അതാ പ്രശ്നം. നമുക്കറിയത്തില്ല ജാതി. എനിക്ക് ജാതിയില്ലെന്ന് പറഞ്ഞ് ഒളിച്ചു നടക്കുക നമ്മള്. കേരളത്തിലെ ഇടതുപക്ഷ പാരമ്പര്യമുള്ള കേരളത്തിലെ മനുഷ്യർ ചെയ്യുന്നതിന് എനിക്ക് ജാതിയില്ല കേട്ടോ. എന്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ഒരു ശകലം ജാതി ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇങ്ങനെയൊക്കെയാണ് ശരിക്കും ഇവരെന്നാ ഭ്രാന്താ പറയുന്നത്. നമ്മൾ തുറന്നു നോക്കണമെന്ന്. നമുക്ക് ജാതി ഉണ്ടോ, നമ്മൾ ജാതി പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് തുറന്നു നോക്കാൻ പറ്റുന്നില്ല. അവിടെ നമുക്ക് ജാതി എന്നാന്ന് അറിയത്തില്ല. ഒരു സോഷ്യോളജിസ്റ്റ് പറഞ്ഞ പോലെ ജാതി എന്നാന്ന് എല്ലാവർക്കും അറിയാം. അത് പക്ഷെ സ്വന്തം ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്ന ചോദിച്ചാൽ അവൻ പിച്ചും പേയും പറയുന്ന അൾഷിമേഴ്സ് ബാധിച്ചവരെ പോലെ സംസാരിക്കും. അതാണ് ഇപ്പൊ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വി ഹാവ് ടു റീഡിഫൈൻ വാട്ട് ഈസ് കാസ്റ്റ് റിലേഷൻ എന്താണെന്ന് നമ്മൾ സൂക്ഷ്മമായിട്ട് പഠിക്കണം.
അത് പഠിക്കാതെ നമുക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. രണ്ടാമതൊരു കാര്യം, നമ്മൾ ഈ റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ഐഡിയോളജി നമ്മൾ വിമർശിക്കുന്നുണ്ട്. റിച്വലിസ്റ്റിക് ആയ ഐഡിയോളജിയെ നമ്മൾ വിമർശിക്കുന്നുണ്ട്. അത്തരം ആചാരങ്ങൾ ശരിയല്ല, അതിൽ നിന്നുണ്ടാകുന്ന ലോകബോധം ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് റിച്വലിസ്റ്റിക് ഐഡിയോളജിയെ നമ്മളിങ്ങനെ വിമർശിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഇന്ത്യക്കകത്തുള്ള റിച്വലിസ്റ്റിക് ഐഡിയോളജി അല്ല, ഐഡിയോളജിക്കൽ റിച്വലിസമാണ് ഇന്ത്യക്കകത്തുള്ളത്. ഐഡിയോളജിക്കൽ റിച്വലിസം. മുഴുവൻ സ്വർണവും മുട്ടിച്ചോണ്ട് പോയി എന്നറിഞ്ഞിട്ടും ശബരിമലയ്ക്ക് ആള് പോകുന്നതിന്റെ യുക്തി തന്നെ എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? പൊട്ടന്മാരായതുകൊണ്ടാണെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനല്ല. അതിനൊരു ഐഡിയോളജി ഉണ്ട്. ആ സംഗതിയെ ന്യായീകരിക്കുന്ന ഒരു ഐഡിയോളജി അവരുടെ തലക്കകത്ത് കിടപ്പുണ്ട്. അവൻ പോവും, ഇനിയും പോകും, ഇനിയും മോഷ്ടിച്ചാലും പിന്നെയും പോകും. കാരണം ഇറ്റ് ഈസ് ഐഡിയോളജിക്കൽ റിച്വലിസം. നമ്മൾ വെറുതെ അവിടെ ചെന്ന് പൈസ ഇടുക അല്ല ചെയ്യുന്നത്, നമ്മൾ മോക്ഷം പ്രാപിക്കാൻ വേണ്ടിയാണ്. മോക്ഷം പ്രാപിക്കുക നമ്മളുടെ ആത്യന്തിക ജീവിത ലക്ഷ്യമാണ്. മോക്ഷം പ്രാപിക്കേണ്ട ജന്തുവാണ് മനുഷ്യനെന്നാണ് ഇന്ത്യൻ തത്വചിന്ത നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. എനിക്ക് മോക്ഷം വേണ്ടെന്ന് ആരും പറയുന്നില്ല. എനിക്ക് മോക്ഷം വേണ്ട കേട്ടോ. എന്തായാലും ഞാനത് തത്വചിന്ത പഠിച്ചിട്ടുള്ളത് ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് മോക്ഷമേ വേണ്ടെന്നാ തീരുമാനിച്ചിട്ടുള്ളത്. ഞാനൊരു ദിവസം ചത്തുപോകാൻ തയ്യാറാ. അത്രേ ഉള്ളൂ ഇതിന്റെ കാര്യം. ഇത് പറയാനുള്ള ഒരു ധൈര്യം നമുക്കില്ല. കാരണം കാസ്റ്റ് അറിയാൻ പാടില്ലാത്തത് കൊണ്ട് കേരളത്തിലും ഇന്ത്യയിലും നടന്ന ദേശീയ പ്രസ്ഥാനമായ കോൺഗ്രസ് ഇന്ത്യയിൽ നടത്തിയത്, കേരളത്തിൽ നടത്തിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം നടത്തിയതുമൊക്കെ ഈ കാസ്റ്റ് ഹൈറാർക്കി അതേപടി നിലനിർത്തുന്നതാണെന്നേ. ഈ ഒളിഗാർക്കിയെ നിങ്ങൾക്കറിയാമോ? ഈ പിണറായി വിജയൻ മന്ത്രിസഭയിൽ 10 പേര് നായന്മാരാണ്. നായന്മാർക്ക് മാത്രമേ കേരളം ഭരിക്കാൻ അറിയാവുള്ളൂ. ഇവരെന്താണ് ഈ കാണിക്കുന്നത്? ഇവിടെ വേറെ ആൾക്കാരൊന്നും ഇല്ലേ? എന്നാൽ നിങ്ങൾ BJP ഉണ്ടാകുന്ന ഗവൺമെന്റുകൾ ശ്രദ്ധിച്ചോ? അവർ വിപ്ലവം നടത്തുമെന്നല്ല പറയുന്നത്. എത്രയോ സ്ഥലത്താ ആദിവാസികൾ, ദളിതർ ഒക്കെ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരുമായിരുന്നു. കർണാടകയിൽ 6 മന്ത്രിമാരുണ്ട് പട്ടികജാതിക്കാർ. കേരളത്തിൽ 0 അറിയണം. ഇതെവിടെന്നാ വരുന്നത്? ജാതി ഇല്ലാത്ത കേരളത്തിൽ എന്തുകൊണ്ടാണ് ഒരു ദളിതൻ മന്ത്രിസഭയിൽ ഇല്ലാത്തത്? ഇത് ചോദിച്ചാൽ ഞാൻ ജാതിവാദിയാന്ന് പറയുന്ന നിങ്ങളുടെ യുക്തിയാണ് തിരുത്തേണ്ടത്. ഇതാ ഞാൻ പറയുന്നത്. ആ യുക്തി കൊണ്ടാണ് നമുക്ക് ഇത് മനസ്സിലാവില്ല എന്നാ നടക്കുന്നത്. അതുകൊണ്ടാണ് പന്തളം രാജാവും പന്തളം ശശി എന്നാണ് ഞാൻ അയാളെ വിളിക്കുന്നത്. പുള്ളി എന്നെ സണ്ണി എന്ന് വിളിച്ചാൽ മതി എന്നാണ് എന്റെ യുക്തി. ഞാൻ എന്തിനാ പുള്ളി ശശി രാജാവ് എന്ന് വിളിക്കുന്നത്? പുള്ളി എന്നെ മന്ത്രി എന്ന് വിളിക്കണം. എന്റെ പേര് വിളിച്ചാൽ ഞാൻ പുള്ളിയെ പേരെ വിളിക്കുന്നത്. കാരണം ഇന്ത്യൻ ഭരണഘടന പറഞ്ഞ രാജാവിന്റെ പദമൊന്നും ഉപയോഗിക്കരുതെന്നാണ്. അവിടുത്തെ തന്ത്രികൾ, താഴമൺ തന്ത്രികൾക്കാണ് ജന്മാവകാശം. അവൻ അവിടെ 2.5 കോടി രൂപയാണ് സിംഗിൾ പേയ്മെന്റ് ടു എ ബാങ്ക്. 2.5 കോടി രൂപ. അവൻ കള്ളനാണെന്ന് കേരളത്തിലെ പ്രസിന് തോന്നുന്നില്ലെങ്കിൽ അവരെ ആദ്യം കൊണ്ടുപോയി വല്ല നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിപ്പിക്കണം. അതാ ചെയ്യേണ്ട കാര്യം. തന്ത്രി കള്ളനാണെന്ന് ഇവർക്ക് തോന്നാതിരിക്കുന്നതാണ് കാസ്റ്റ്. ദാറ്റ് ഈസ് വാട്ട് ഈസ് കാസ്റ്റ് എന്ന് നമുക്ക് മനസ്സിലാവും. ജാതി പൊതിഞ്ഞ് നടക്കുന്നതുകൊണ്ട് നമുക്കത് പറയാൻ പറ്റും. അത് അങ്ങനെ തന്നെ ഇരുന്നോട്ടെന്ന്. നമ്മുടെ ജാതി പറയണ്ടല്ലോ എന്നാണ്. ഇതാ നമ്മുടെ അതിബുദ്ധി. നാഷണൽ ഇമാജിനേഷൻ എന്ന് പറയുന്നത് ഇന്ത്യ എന്തായിരിക്കണം എന്നൊരു സംഗതിയാണ്. അതിൽ ഇന്ത്യ എന്താണ് നമുക്കൊരു ഭാവന വേണം. ഇറ്റ് ഈസ് എ ഡൈവേഴ്സിഫൈഡ് സൊസൈറ്റി എന്നത് എല്ലാവരും സമ്മതിക്കുന്നുള്ളൂ. വൈവിധ്യം ആണ് ഇന്ത്യയുടെ പ്രത്യേകത. ഈ വൈവിധ്യം എങ്ങനെയാണ് പ്ലേസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് ആരെങ്കിലും പറയാറുണ്ടോ? ഈ വൈവിധ്യം ഈ മേശപ്പുറത്തിരിക്കുന്നത് പോലെ ഒരു ഹൊറിസോണ്ടൽ ലെവലിൽ വെച്ചതല്ല, അതൊരു ഹൈറാർക്കിക്കൽ ലെവലിൽ വെച്ചതാണ്. ഈ വൈവിധ്യങ്ങൾ നിലനിൽക്കുന്നത് ഹൈറാർക്കിക്കൽ ലെവലിലാണ്. അതുകൊണ്ട് ഈ ഹൈറാർക്കി അഴിച്ചു പണിയുക എന്നതാണ് ആദ്യത്തെ ഒരു കാര്യം. ഈ ഹൈറാർക്കി അഴിച്ചു പണിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിലുള്ള ബന്ധം മേൽക്കീഴ് ബന്ധത്തിന് പകരം ഒരു ഹൊറിസോണ്ടൽ ബന്ധമായി പുനർനിർമ്മിക്കാൻ നമുക്ക് കഴിയുമോ? ഇറ്റ് മസ്റ്റ് ഹാവ് ആൻ ഫിലോസഫിക്കൽ ഔട്ട്ലുക്ക്. വാട്ട് ഈസ് ഹ്യൂമൻ ബീയിങ് എന്ന ചോദ്യത്തിന് നമുക്കൊരു താത്വികമായ ഉണ്ടായാൽ മാത്രമേ നമുക്ക് നമ്മുടെ ബന്ധങ്ങളെ പൊളിച്ചെഴുതാൻ പറ്റൂ. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞത് രാവിലെ ഗുരുവിടെ കോട്ട് ചെയ്യുണ്ടായി. ഞാൻ എന്നേക്കാൾ കുറഞ്ഞൊരു മനുഷ്യൻ ലോകത്തുണ്ടെന്ന് വിചാരിക്കുന്നില്ല, എന്നേക്കാൾ കൂടിയവനും. ഇതാണ് എന്റെ സംഭവം. അതങ്ങനെ ഒരു സോഷ്യൽ ഡെമോക്രസിയിലേക്ക് പരിവർത്തിപ്പിക്കപ്പെടുന്ന ഒരു ഇമാജിനേഷൻ നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ സൊസൈറ്റി ഫൈബർ ഡെമോക്രാറ്റിക് അല്ല എങ്കിൽ
പൊളിറ്റിക്കൽ സ്ട്രക്ചർ ഡെമോക്രാറ്റിക് ആവില്ല. പിണറായി വിജയന് മാത്രം ജനാധിപത്യവാദിയാകാൻ പറ്റില്ല. കൗശലക്കാരായ ജാതി ജീവിതമുള്ള നമ്മളും ജനാധിപത്യവാദിയായാലേ കേരളം ഭരിക്കുന്നവനും ജനാധിപത്യവാദിയാകും. അപ്പൊ ഇങ്ങനെ ഒരു പുതിയൊരു ഇമാജിനേഷൻ, അതിനകത്ത് എല്ലാവർക്കും ഇടമുള്ള, എല്ലാവർക്കും ഇക്വാളിറ്റി, ഒരു സമഭാവന ഉൽപ്പാദിപ്പിക്കുന്ന, സാഹോദര്യം, മൈത്രി ബന്ധം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സമൂഹത്തെ നമ്മൾ ഭാവന ചെയ്യുകയും അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി വാദിക്കുന്നവരായി മാറുന്നത്. ഇപ്പൊ ഞാൻ ദളിതർക്ക് വേണ്ടി വാദിക്കും, അത് സണ്ണി എടുത്തോണ്ടെന്നാണ്. ബാക്കിയുള്ളവർക്ക് വേറെ വലിയ വലിയ കാര്യങ്ങൾ പറയാമല്ലോ. ഇതെന്തോ മോശം കാര്യമാണെന്ന്. എന്ത് മോശം? നൂറ്റാണ്ടുകളായി ഒരു ജനതയെ അടിച്ച് തകർത്ത് തരിപ്പണാക്കിയിട്ട് അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആണെന്ന് പറയുന്ന സാമൂഹിക വിരുദ്ധരാണ്, ആന്റി സോഷ്യൽ ആണ് ഇന്ത്യൻ ഇന്റലക്ച്വൽസ്. അതറിയാം എന്താണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ ഈ സോഷ്യൽ ഇമാജിനേഷൻ ഒരു പൊളിറ്റിക്കൽ ഇമാജിനേഷനായി മാറുമ്പോൾ ഏത് തരം ഇന്ത്യ എന്ന് ചോദിച്ചാൽ ഒരു ഡെമോക്രാറ്റിക് ഇന്ത്യ എന്നാണ് ഉത്തരം. ആ ജനാധിപത്യത്തിന്റെ കാതൽ നമ്മൾ എവിടെ അന്വേഷിക്കണമെന്ന് ചോദിച്ചാൽ രണ്ട് മനുഷ്യർ തമ്മിലുള്ള ഇടപാടിൽ സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം, നീതി എന്നീ മൂല്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കേണ്ടത്. അവിടെ സെക്രട്ടേറിയറ്റിൽ ജനാധിപത്യം ആരും അന്വേഷിച്ചു പോകണ്ട. നമ്മൾ ഇവിടെ ഇരുന്ന് അന്വേഷിക്കണം. വീട്ടിൽ, കൂട്ടുകാർക്കിടയിൽ, ഈ കലാലയത്തിനുള്ളിൽ ജനാധിപത്യ മൂല്യം പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ അത് ഏറ്റെടുക്കാത്തത്? നമുക്ക് ജാതി ജീവിതമുള്ളതുകൊണ്ടാണ് നമ്മളത് ഏറ്റെടുക്കാത്തത്. ഈ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഗ്ലാസ് പോലെയാണ്. എനിക്കും രാമനുണ്ണി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എൻ്റെ ഫ്രണ്ടിലിരുന്നത്. ഞങ്ങൾക്കിടയിൽ ഇപ്പം നിങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ ഒരു ഗ്ലാസ് വെച്ചാലും നിങ്ങളൊന്നും കാണിയാൽ. അപ്പൊ സണ്ണി എന്തിനാ അവിടെ? സണ്ണി വന്ന് ഇങ്ങോട്ട് ഇരുന്നാൽ പോരെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ എനിക്ക് ഇരിക്കാൻ പറ്റില്ല, തല പൊട്ടും അവിടെ വന്നാൽ. ഞാനങ്ങ് നടന്നു ചെന്നാലേ തലപൊട്ടി ഞാൻ വീഴും. അല്ലെങ്കിൽ രാമനുണ്ണി ഇങ്ങോട്ട് കയറി വന്നാൽ അദ്ദേഹത്തെ തലപൊട്ടി വീഴും. ഇതാ അതിന്റെ കാര്യം. ഇൻവിസിബിൾ ആയിട്ടുള്ള വിലക്കുകളുടെ വലിയ സാമ്രാജ്യമാണ് ഇന്ത്യ എന്ന് നമ്മൾ അറിയണം. അത് പറയുമ്പോൾ ഇവന് ഭൂതക്കണ്ണാടി വെച്ചാണോ ജാതി കണ്ടുപിടിക്കുന്നത്? ഒരു മാന്യൻ കേരളത്തിൽ എന്നെ കുറിച്ച് പറഞ്ഞു, ഭൂതക്കണ്ണാടി വെച്ച് ജാതി കണ്ടുപിടിക്കുന്ന ഒരാളാണ് സണ്ണി എന്ന് നിരീശ്വരവാദികളുടെ അപ്പോസ്തൽ എന്ന് വേണേ വിളിക്കാം. പുള്ളി പറയുന്നതാ. നമ്മളിങ്ങനെ സൂക്ഷ്മമായിട്ട് അന്വേഷിച്ച് നടക്കുക ജാതി. അതല്ല, കാസ്റ്റ് ഇൻവിസിബിൾ ആണ്. കാസ്റ്റിന്റെ പ്രാക്ടീസ്, ഡെയിലി പ്രാക്ടീസ്, നമ്മളത് മനസ്സിലാക്കണം. അപ്പൊ നമുക്കൊരു ഇമാജിനേഷൻ കെട്ടിപ്പടുക്കണം. നമ്മൾ അവരെ എതിർത്തോണ്ടിരുന്നാൽ പോരെ. നമ്മൾ എന്ത് ചെയ്യാനാ ഇയാളെ കൂട്ടി വെച്ചേക്കണേ? നമ്മൾ ഈ ആൾക്കാരെ കൂട്ടി വെച്ചിരിക്കുന്നത് ഏത് ഇന്ത്യ നിർമ്മിക്കാനാ? ഈ RSSകാരെ എതിർക്കാനാണോ? വെട്ടിക്കാകാനാണോ നമ്മൾ ആളെ കൂട്ടിയേക്കണേ? നമുക്കൊരു ഇന്ത്യ നിർമ്മിക്കണമെന്ന് നമുക്ക് തോന്നണം. അതിന്റെ ഒരു ഇമാജിനേഷൻ സമൂഹത്തിലേക്ക് പടർത്താൻ നമുക്ക് തോന്നണം. അത് സ്നേഹത്തിലും മൈത്രിയിലും അധിഷ്ഠിതമായ ഒരു സമൂഹ സങ്കല്പമായിരിക്കണം. അതിലൂടെ മാത്രമേ നമുക്ക് ഈ ഒരു ഡെഡ് ആയിട്ടുള്ള അവസ്ഥയെ മറികടക്കാൻ പറ്റൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.